റെസ്പോൺസും കമൻസും അതെല്ലാവർക്കും ഇത്രയും ഹെൽപ്ഫുള്ളായി യൂസ്ഫുള്ളായി എന്ന് പറഞ്ഞ് എനിക്ക് വന്ന കമൻസ് ഐ വാസ് സോ ഹാപ്പി. 9500 അടുപ്പിച്ച് കിട്ടി. ഒരു ദിവസം 500 to 300 സബ്സ്ക്രൈബേഴ്സ് അടുപ്പിച്ച് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു ഞാൻ ചെയ്ത കാര്യങ്ങൾ. ഇനി അടുത്തത് നിങ്ങൾക്കുള്ള ടിപ്സ്. എങ്ങനെ നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് ഭയങ്കര അധികം റീച്ച് കിട്ടുന്നില്ല, ഷോർട്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അധികം റീച്ച് കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്സ് ഫോളോ ചെയ്താൽ മതി. എൻ്റെ ബുക്കുള്ളത് കഴിഞ്ഞു. ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളൊക്കെ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെൽപ്ഫുൾ ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോ തന്നെ ആയിരിക്കും. ആൻഡ് ഞാൻ ഒരു മാസം കൊണ്ട് എങ്ങനെയാണ് 10,000 സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയ എന്നുള്ള എൻ്റെ എക്സ്പീരിയൻസും അതിനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളായിരിക്കും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാൻ പോകും. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ലാസ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ ഈ വീഡിയോ ഞാൻ മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് കിട്ടിയ റെസ്പോൺസ് വാസ് ഹ്യൂജ്. അപ്പം എനിക്കിതുവരെ ഒരു ലോങ് വീഡിയോയ്ക്ക് എനിക്ക് ഇത്രയും റെസ്പോൺസും കമൻസും അതെല്ലാവർക്കും ഇത്രയും ഹെൽപ്ഫുള്ളായി യൂസ്ഫുള്ളായി എന്ന് പറഞ്ഞ് എനിക്ക് വന്ന കമൻസ് ഐ വാസ് സോ ഹാപ്പി. എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാവർക്കും ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് മെയ്ഡ് മീ റിയലി ഹാപ്പി. അപ്പം ആ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള റീസണേ എന്ന് പറയുന്നത്, ഓക്കെ, ഞാൻ അധികം കാണുന്നില്ല, എല്ലാ ആൾക്കാരും അവരുടെ ചാനൽ വളർത്തണം, അവരുടെ സ്വന്തം കാര്യം എന്ന് പറഞ്ഞ് പോണു. ബട്ട് നമ്മുടെ കൂടെയുള്ള ഓപ്പോസിറ്റുള്ള ആൾക്കാരും എല്ലാവരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് ഓൾവേസ് നൈസ്, നല്ല കാര്യമല്ലേ അത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ ഒരു വീഡിയോ ചെയ്തത്. എൻ്റെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഒരുപാട് റീച്ചുമായി. സോ ഐ തോട്ട് ഓഫ് മേക്കിംഗ് എ സെക്കൻഡ് വീഡിയോ. അപ്പം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്തത് എന്നുള്ള കാര്യം. എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ എന്തായാലും എൻ്റെ കമൻസിൽ ഞാൻ ലിങ്ക് ചെയ്തേക്കാം, അതൊന്ന് പോയി കാണുക. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ 1 year ആയിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ബട്ട് കഴിഞ്ഞ 2 months ആയിട്ടാണ് ഞാൻ 3 million ഷോർട്സിൻ്റെ വ്യൂസ് എന്നുള്ള ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം, മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അത്ര ഇതായിട്ട് ഞാൻ നിന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ മെയ് മാസം ഞാൻ തുടക്കത്തിൽ ലാസ്റ്റ് 1 year ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നത് ഒരു ദിവസം ഒരു ഷോർട്ട് വെച്ചിട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ടൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഏപ്രിൽ മാസത്തിൽ ഞാൻ 3 ഷോർട്സ് വെച്ച് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 3 ഷോർട്സ് വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് ഒരു ഷോർട്ട് അല്ലെങ്കിൽ ആ ഒരു മന്തിൽ ഏപ്രിൽ മാസം എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് വാസ് 4700 സബ്സ്ക്രൈബേഴ്സ്. അറൗണ്ട് ആ റേഞ്ചായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പം ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാമല്ലോ, 4700 സബ്സ്ക്രൈബേഴ്സാണ് എനിക്ക് കിട്ടിയത്. ആൻഡ് മെയ് മാസം ഞാൻ എന്ത് ചെയ്തു, 3 ഷോർട്സിന് പകരം 6 ഷോർട്ട് വെച്ച് ഇടാൻ തുടങ്ങി. 6 ഷോർട്സ് ഞാൻ ഇട്ടപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് വാസ് എത്ര, ഗസ്സേ, ഡബിൾ ആയി. അത് മനസ്സിലായില്ലേ? അപ്പം 9500 അടുപ്പിച്ച് കിട്ടി. അപ്പോൾ ഈ 6 ഷോർട്സ് വെച്ച് ഇടുന്ന ഈ 10,000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയ മാസം, ആ മാസം ഒരു ദിവസം എനിക്ക് 500 to 300 സബ്സ്ക്രൈബേഴ്സ്, ഒരു ദിവസം 500 to 300 സബ്സ്ക്രൈബേഴ്സ് അടുപ്പിച്ച് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതെങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നത്? ഞാൻ ഒറ്റ ഷോർട്സ് ഇട്ടുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ ഒരു ദിവസം, ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം ഒരു ഷോർട്ട് വെച്ചിട്ടുകൊണ്ടിരുന്ന ടൈമുണ്ട്. അപ്പോൾ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കയറാൻ ഒരു മാസം എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കയറിക്കൊണ്ടിരുന്നത്. 1 month കൂടുമ്പോഴാണ് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരുന്നത്. അതായത് ഞാൻ 3 months 3 ഷോർട്സ് ആക്കിയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു, ഒരു വീക്ക് 1 വീക്കിൽ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ തുടങ്ങി. അതേ ഇത് ഞാൻ 6 ഷോർട്സ് ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ഓൾട്ടർനേറ്റ് ഡേയ്സ്, ഒരു ദിവസം ഇടവിട്ട് ലൈക്ക് 2 ഡേയ്സ് കൂടുമ്പോൾ 2 ദിവസത്തിൽ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇത് ഐഡിയ നിങ്ങൾക്ക് കത്തിയല്ലോ. അപ്പോൾ ഇറ്റ്സ് സിമ്പിളായ കാര്യമാണ്. നമ്മൾ ഇടുന്ന അളവ്, ഇപ്പോൾ ഒരു വീഡിയോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് പോയി ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഒരു ഷോർട്ടിന് എത്ര സബ്സ്ക്രൈബേഴ്സാണ് കിട്ടുന്നതെന്നുള്ള ചെക്ക് ചെയ്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ എത്ര അധികം ഷോർട്സ് പോസ്റ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഷോർട്സും വ്യൂസും എല്ലാം ഡബിൾ ആവും. ഓക്കെ, ഇനി ഇതായിരുന്നു
ഞാൻ ചെയ്ത കാര്യങ്ങൾ. ഇനി അടുത്തത് നിങ്ങൾക്കുള്ള ടിപ്സ്. എങ്ങനെ നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് ഭയങ്കര അധികം റീച്ച് കിട്ടുന്നില്ല, ഷോർട്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അധികം റീച്ച് കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്സ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഷോർട്സ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ടോപ്പിക്ക് കണ്ടുപിടിക്കുക. ഒരു പർട്ടിക്കുലർ ടോപ്പിക് കണ്ടുപിടിച്ചിട്ട് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് മാത്രം വീഡിയോസ് ഇടുക. ഒരു ടോപ്പിക്കല്ലേ കണ്ടന്റ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നീതുമോൾ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ഓഡിയോസ് യൂസ് ചെയ്തിട്ട് ഞാൻ ആക്ടിങ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ഷോർട്സ് വീഡിയോസ് വാസ് ബേസിക്കലി നീതുമോളിൻ്റെ ആക്ടിങ്. അപ്പോൾ ഏതായിരുന്നു എൻ്റെ കണ്ടന്റ്. അപ്പോൾ അത് മാത്രമാണ് ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ ചില ആൾക്കാർ എന്താ മേക്കപ്പ് ഷോർട്സ്, പുതിയ പുതിയ പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. ചിലവർ അവരുടെ ഡെയിലി എവരിഡേ വ്ളോഗ്സ് ചെയ്യുന്നവരുണ്ട്. ചിലർ ഫുഡിനെ മാത്രം ബേസ് ചെയ്തിട്ട് വീഡിയോസ് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതേപോലെ ഒരു ടോപ്പിക് കണ്ടുപിടിക്കുക, അതിൽ കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, വീഡിയോ നമ്മൾ ഇടുന്ന വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് 3 സെക്കൻഡ്സ് എൻഗേജിങ് ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. അത് ആ ഒരു 3 സെക്കൻഡ് സ്റ്റാർട്ടിങ് ഭാഗം തന്നെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കുറേ നേരം കൂടെ ആൾക്കാർ വാച്ച് ചെയ്യും. മനസ്സിലല്ലേ? ആദ്യം നമ്മളിപ്പോൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്ക്രീനിലൊരു സാധനം വരെ നമുക്ക് എന്ന് പറഞ്ഞാൽ നോക്കാനൊരു 3 സെക്കൻഡ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ആ 3 സെക്കൻഡ്സിൽ കൂടുതൽ വെയിറ്റ് ചെയ്ത് നിന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്നതിന് വരെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് 3 സെക്കൻഡ്സ് ഷുഡ് ബി എൻഗേജിങ്. ഓക്കെ, ഇനി അടുത്തത് അടുത്തത് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എല്ലാ ദിവസവും ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഷോർട്സ് പോസ്റ്റ് ചെയ്യുക, വീഡിയോസ് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുക. ആൻഡ് ഒരു പർട്ടിക്കുലർ ടൈം ഫിക്സ് ചെയ്തിട്ട് ആ ടൈമിൽ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യാൻ നോക്കുക. അതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 3 വീഡിയോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ, ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നവർ ഒരു 3 വീഡിയോസ് ഒരു ദിവസം ഇട്ട് നോക്കുക, അല്ലെങ്കിൽ ഒരു 3 വീഡിയോസ് ഇടുന്നവർ അതിനെ ഡബിൾ ചെയ്തിട്ട് 6 വീഡിയോസ് ഇട്ട് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത് നിങ്ങൾ കൂട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടും. എന്നിട്ട് അങ്ങനെ ഒരു 30 ഡേയ്സ് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് ആ മാസത്തെ റിവ്യൂ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് നമ്മുടെ അടുത്ത് അവരാണല്ലോ നമുക്ക് ഈ കമൻസ് തരുന്നത്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നത് അവരാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എൻഗേജിങ് ആയിട്ട് അവരുടെ അടുത്ത് ഇരിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കമൻസ് ഇട്ടാലും എന്ത് ചെയ്താലും അവർക്ക് എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യുക നല്ലതുപോലെ, അവരുടെ അടുത്ത് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക, അവരെ മെൻഷൻ ചെയ്തിട്ട് അവരുടെ അടുത്ത് നല്ല ഇതായിട്ട് സംസാരിക്കുക. അങ്ങനെ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് അവരെ അറ്റാച്ച്ഡ് ആയിരിക്കും. ആ ഒരു ഇത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നീടുള്ളത് ഇത് ഞാൻ നോട്ടീസ് ചെയ്തൊരു മെയിൻ കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഷോർട്സ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓഡിയോ നമ്മുടെ ഷോർട്സിൻ്റെ ഫീഡിനകത്ത് നമ്മൾ ചുമ്മാ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പോപ്പുലർ അല്ലെങ്കിൽ നല്ല റീച്ചുള്ള അല്ലെങ്കിൽ നമുക്ക് ഓഡിയോ നമുക്ക് കിട്ടുന്നത് ഒരു ഓഡിയോയുടെ തന്നെ കുറേ സെയിം ഓഡിയോ വരുന്ന വീഡിയോസ് നമ്മുടെ ഇതിനകത്ത് ഫീഡിൽ വരും നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ, അല്ലേ? അതെന്തുകൊണ്ടാണ്? നല്ല റീച്ചുള്ളതും വൈറലായിട്ടുള്ള ഓഡിയോസ് നമുക്ക് യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്നതാണ് ബേസിക്കലി. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഓഡിയോസ് നോട്ട് ചെയ്ത് വെക്കുക. അതെവിടെ കാണാൻ പറ്റും? നമ്മുടെ ചാനൽ, നമ്മുടെ സ്ക്രീനിൻ്റെ ഒരു ഷോർട്ടിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡ് കോർണറിൽ ഓഡിയോ കാണുമല്ലോ. ഓഡിയോൻ്റെ മുകളിൽ അത് എത്ര ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ആൾക്കാരുടെ അത് റീച്ച് ആയിട്ടുണ്ട്, എത്ര പേര് ആ ഓഡിയോ യൂസ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റീച്ചും നല്ല വൈറലായിട്ടുള്ള ഓഡിയോസ് ചൂസ് ചെയ്തിട്ട് ആ ഓഡിയോസ് വെച്ചിട്ട് നിങ്ങൾ ഷോർട്സ് ചെയ്യുക. മനസ്സിലായില്ലേ? അത് വെച്ച് നിങ്ങൾ ഷോർട്സ് ചെയ്തെന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ ആ ഓഡിയോ റീച്ച് ആക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാരിൽ എത്തിക്കും. മനസ്സിലായി? നല്ല റീച്ച് ഉള്ളതാണ്. കാരണം ട്രെൻഡിങ് ആയിട്ടുള്ള ഓഡിയോസ് യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അത് പിന്നെ ഫൈനലി എൻ്റെ ബുക്കുള്ളത് കഴിഞ്ഞു. ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം, ഡോണ്ട് ഗിവ് അപ്പ്. നിങ്ങൾ ഒരു 30 ദിവസം അല്ലെങ്കിൽ ഇപ്പം എന്നെ പോലെ ഞാൻ ഒരു 1 ഇയർ ഞാൻ കഷ്ടപ്പെട്ടിട്ട് അവസാനത്തെ 2 മാസം ഞാൻ എൻ്റെ ഒരു ഇത് മാറ്റി ചെയ്തപ്പോഴാണ് എനിക്കത് ക്ലിക്കായതല്ലേ. അപ്പോൾ അതേപോലെ നിങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. ഗിവ് അപ്പ് ചെയ്യരുത്. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്ന ആ മൊമെൻറ്റിലായിരിക്കും മേ ബി നിങ്ങൾ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് നിങ്ങൾ കയറാൻ പോകുന്ന ആൾക്കാരായിരിക്കും. മനസ്സിലായില്ല? അതുകൊണ്ട് ഗിവ് അപ്പ് ചെയ്ത് കീപ് പോസ്റ്റിംഗ്, കുറേ വീഡിയോസ് വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാലോ, ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇനി എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിനി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ
വരുന്നതായിരിക്കും. ഓക്കെ, അണ്ടിൽ ദെൻ ദിസ് ഇസ് മീ ഐഷു സൈനിങ് ഓഫ് ഫ്രം ഐഷു ടീസ് വേൾഡ്. ബൈ.